ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചിരുന്ന കാര്യങ്ങളുടെ തുടർച്ചയായി എന്നുള്ള രീതിയിലാണ് നമ്മൾ അടുത്ത ഒന്ന് രണ്ട് ടൂൾ പരിചയപ്പെടാനാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നവർ ഓരോന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് കിടക്കാം. സ്ക്രീൻ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു ടൂള് ChatGPT ആണ്. ChatGPT എന്ന് പറഞ്ഞ ടൂളാണ്. ഈ ടൂളിന്റെ ഉപയോഗങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ, അതായത് നമുക്ക് ആർട്ടിക്കിൾസിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റുകൾ, സമ്മറി, അതേപോലെ പിന്നെ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇതുവഴി പ്രിപ്പയർ ചെയ്യാം. ഇതിനിടയിൽ നമ്മുടെ സിനിമ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പിന്നെ ഈ കാണുന്നത് WebChatGPT എന്ന് പറയും. ഇതൊരു ഗൂഗിൾ ക്രോമിന്റെ എക്സ്റ്റൻഷൻ ആണ്. കേട്ടിട്ടുണ്ടോ ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻ? നമ്മള് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ ഉള്ളൊരു സംഭവമാണ് എക്സ്റ്റൻഷൻ എന്ന് പറയും. നമ്മള് സോഫ്റ്റ്വെയർ പോലെ തന്നെ നമുക്ക് ഇത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അതിന്റെ ChatGPTയുടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ് WebChatGPT. ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, കാണാം, ഹ്യൂമൻ സ്റ്റൈൽ റീറൈറ്റർ. കാണുന്നുണ്ടല്ലോ അല്ലെ? ഹ്യൂമൻ സ്റ്റൈൽ റീറൈറ്റർ. അതിനകത്ത് ടോണും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പ്രോംപ്റ്റിന്റെ അവിടെ നമുക്ക് ഹ്യൂമനൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ChatGPT ചെയ്തിട്ട് കിട്ടുന്ന ആർട്ടിക്കിളോ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന റിസൾട്ട് മനുഷ്യനിർമ്മിതം എന്നുള്ള രീതിയിലാക്കാൻ, അതായത് ഇപ്പോ ChatGPT ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ChatGPTയിലാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള ഡിറ്റക്ടർ എന്ന് പറയും. ഡിറ്റക്ടർ നമുക്ക് പിന്നെ നിലവിലുണ്ട്. അപ്പൊ ആരെങ്കിലും ChatGPT ഉപയോഗിച്ച് ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അത് അങ്ങനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ടൂളാണ് ഇത്, ഹ്യൂമൻ സ്റ്റൈൽ റീറൈറ്റ് എന്ന് പറയും. അത് WebChatGPTയിലാണുള്ളത്. അതല്ലാതെ നമുക്ക് വേറെ ടൂളുകളുണ്ട്. ഇതിൽ നമ്മൾ ആ ChatGPT ചെയ്തത് കൊണ്ടുവന്ന് കോപ്പി ചെയ്തിട്ട് റൺ പറഞ്ഞാൽ മതി. ഈ റണ്ണിന്റെ അവിടെ കഴിഞ്ഞാൽ അത് റീറൈറ്റ് ചെയ്ത്, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അത് ഇവിടെ സിനിമ ആരോ ഒരാളെ ചോദിച്ചിരുന്നു, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, ഹലോ, ഞാനാ ചോദിച്ചത്. പറഞ്ഞോളൂ. ഞാനായിരുന്നു ചോദിച്ചേന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് ഐഡിയോഗ്രാം ആണ്. ഐഡിയോഗ്രാം AI. ഈ ടൂൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ChatGPTയിൽ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പിക്ചർ ആക്കാം. ഐഡിയോഗ്രാം. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ലോഗോ ഓഫ് ചിലർ കണ്ടു കാണും, ചിലർ കണ്ടു കാണത്തില്ല.
ജനറേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും. നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് ഒരു വൺ അക്കാഡമിയുടെ ലോഗോസ്. നമ്മൾ പറഞ്ഞ് ജസ്റ്റ് വൺ അക്കാഡമിനെ കൊടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് വരും. പിന്നീട് നമ്മൾ ബിങ് എന്ന് പറയുന്ന ഒരു സൈറ്റ് കണ്ടു. ബിങ് എന്ന് പറയുന്ന ഒരു ഇമേജ് ക്രിയേഷൻ സൈറ്റ് ആണ്. ഇത് കോപ്പറേറ്റ് എന്നുള്ളതുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ബിങ്ങിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെയാണ്. നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു മോഡേൺ ഇതിന്റെ കോപ്പയിലൊക്കെ എടുത്തിരിക്കുന്നത്, അല്ലാതെ അക്ഷര പ്രശ്നമുണ്ട്. ജസ്റ്റ് ഒരു നടൻ പെൺകുട്ടിക്ക് മാത്രം അടിച്ചു കൊടുത്തപ്പോൾ 3 പിക്ചർ ഇവിടെ ജനറേറ്റ് ആയി വന്നു. നമ്മൾ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എന്താ പറയാ, മലയാളി പെൺകുട്ടി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വേറെ രീതിയിലേക്കായിരിക്കും വരും. ഇതാണ് നമ്മൾ നോക്കിയ മറ്റൊന്ന്. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കുക. ഇത് നമുക്ക് ChatGPT ഉപയോഗിച്ചും നമുക്ക് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തും ചെയ്യാം. ഓക്കെ, വ്യക്തമാകുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയിരുന്നത്. ഇനിയിപ്പോ ഇന്ന് ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിന്നെ യുവസാധനം ഇല്ലെങ്കിലും നമ്മൾ ChatGPT തന്നെ പോവുകയാണ്. കാരണം എണ്ണം കൂടിയല്ലോ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോങ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പറയൂ, സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കൊരു സോങ് ക്രിയേറ്റ് ചെയ്യാം. ആരെങ്കിലും ഒന്ന് പറയൂ. ആരെങ്കിലും ഒന്ന് പറയൂ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പറയൂ. മഴ തന്നെ ആയിക്കോട്ടെ സാർ. കേട്ടില്ല. മഴ മഴ മഴ. ആ, മഴയെ കുറിച്ച് നമുക്ക് ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന, പുറത്ത് നല്ല മഴയാണ്.
കേട്ടോ. 10 സെക്കൻഡ് കൊണ്ട് ഒരു കവിത എഴുതി തന്നു. അതാണ് ChatGPT-യുടെ ഒരു ഗുണം. ChatGPT മാത്രമല്ല, വേറെയും കുറെ സൈറ്റുകളുണ്ട്. ഇനി നമ്മളിതിനെ കോപ്പി ചെയ്യുന്നു. നമ്മൾ പഠിക്കുന്ന ടൂളുകൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പുതിയത് വരുമ്പോൾ പഴയത് മറക്കാം. പിന്നെ കോപ്പി ചെയ്തു നമ്മൾ പുതിയൊരു ടൂളിലേക്ക് പോവുകയാണ്. ആരെങ്കിലും ഒക്കെ കേട്ട് കാണും, ചിലപ്പോൾ കേട്ട് കാണില്ല. സുനോ AI. ഇത് കൊണ്ടുപോയി നമ്മളിത് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ, ക്രിയേറ്റ് എന്ന് പറയുന്നത് കാണുന്നുണ്ടല്ലോ. ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ വഴി നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. ഗൂഗിൾ വഴി അല്ലെങ്കിൽ എല്ലാതെയും സൈനപ്പ് ചെയ്യാൻ നമുക്ക്. വരികൾ കൂടി പോകുന്നു. ഫ്രീ വേർഷൻ ആകുമ്പോൾ അങ്ങനെ ഫ്രീ വേർഷൻ ആകുമ്പോൾ നമുക്ക് ചെറിയ ഇതേ കൊടുക്കാൻ കഴിയുള്ളൂ. ചെറിയ ഒരു ലൈൻ കൊടുക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൈറ്റിന്റെ പേര് സുനോ AI. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. വേറൊന്നുമല്ല, വാട്സപ്പില് പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI-യുടെ ഇത് കിട്ടിയത് ആരെങ്കിലും ഉണ്ടോ? മെറ്റ AI കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? അതൊരു നീല വന്നിട്ടുണ്ട്. ഉപയോഗിച്ചു തുടങ്ങിയോ? ഇല്ല. നമ്മൾ ChatGPT ചെയ്യുന്നതല്ലെന്നുണ്ടെങ്കിൽ AI ടൂൾസ് ചെയ്യുന്ന അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ ചെയ്യാം. ഇത് ഇപ്പൊ 2 പാട്ട് സുനോ AI എന്ന് പറയുന്ന ഒരു മ്യൂസിക് ക്രിയേഷൻ ടൂളാണ്. ഞാൻ കൊടുത്ത വരി, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വരി വെച്ചിട്ട്
അപ്പൊ ഇതാണ് അതിനൊരു പ്രത്യേകത. നമ്മൾ കൊടുക്കുന്ന വരികൾക്കനുസരിച്ച് നമുക്കിപ്പോ ChatGPT തന്നെ ചെയ്യണമെന്നില്ല. അല്ലാതെ നമുക്ക് ഈ സുനോ എയിൽ ഡയറക്റ്റ് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തും ചെയ്യാം. ഇത് ആരെങ്കിലും കേട്ടവരുണ്ടോ? ആദ്യമായിട്ട് കേൾക്കുകയാണോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ഇത് നമുക്ക് മ്യൂസിക് ക്രിയേഷനുള്ള ഒരു ടൂളാണ്. ഓക്കെ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും. ഞാൻ ഇന്നലെ ഒന്ന് പരീക്ഷിച്ചു. അതായത് ഇന്നലെ ഞാനൊന്ന് പരീക്ഷിച്ചു. വേറൊന്നുമല്ല, എനിക്ക് മെറ്റയുടെ AI കിട്ടിയില്ല, പക്ഷെ വൈബിന് കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു സോങ് ക്രിയേറ്റ് ചെയ്തിട്ട് കേട്ടോന്ന് വിചാരിക്കുന്നു. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് ഞാൻ AI ചോദിച്ചത്. ഒരു AI കുറിച്ച് തന്നെ ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു. അപ്പൊ AI കുറിച്ച് ഒരു പാട്ട് എഴുതി. അത് കമ്പോസ് ചെയ്തത് AI, മൊത്തം AI ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഒരു സോങ് എഴുതാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് തന്നെ ആവശ്യപ്പെട്ടു. എന്നിട്ട് അത് മ്യൂസിക് കൊടുക്കാൻ മറ്റൊരു AI ടൂൾ ഉപയോഗിച്ചു. അതാണ് മൊത്തം AI ആണ്. ഇതുപോലെ നമുക്ക് സിനിമയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തുവേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയി. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായോ? ഇതില് വരുന്നൊരു പ്രത്യേകത നമുക്ക് ലാംഗ്വേജ് കൂടുതലും സുനോയിൽ നമുക്ക് മലയാളം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മലയാളം സോങ് ഉണ്ടെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അവർ തരും. പക്ഷെ മറ്റു പല ടൂൾസിലും ഇംഗ്ലീഷാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ പതിയെ പതിയെ നമുക്ക് മലയാളം മറ്റു ഭാഷകളിലേക്ക് വരാൻ കഴിയും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ വീഡിയോ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ടൂൾ പരിചയപ്പെടാൻ പോവുകയാണ്. അതും ഇതേപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ടൂളാണ്. InVideo AI എന്നാണ്. ഫ്രീയും അതുപോലെ തന്നെ പിന്നെ പെയ്ഡ് വെർഷനും ഉണ്ട്. InVideo.
ഇനി അടുത്തൊരു സബ്ജക്ട് പറഞ്ഞോളൂ. നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്ട് പറഞ്ഞു. എന്തിനെ കുറിച്ചാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞോളൂ. ആരും മിണ്ടണില്ല. ഡാൻസിനെ കുറിച്ച് പറഞ്ഞു. പറയൂ സർ. ഡാൻസ് ഡാൻസോ? ഡാൻസ് കളിക്കുന്ന കുട്ടി പ്രിയ. അപ്പൊ നമുക്കത് നോക്കാം. ഇപ്പൊ ഞാൻ ഇത് നമ്മൾ നേരത്തെ ഉള്ള പോയം അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. എന്ത് ജനറേറ്റ് ചെയ്യും നമുക്ക് നോക്കാം. ഇതെങ്ങനെ മാറ്റി കൊടുക്കാൻ പോകുന്നത്? ഇൻഡ്യൂസിയാസ്റ്റി, ക്ലീൻ ടിക്, യൂട്യൂബ് എന്നുള്ളതൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഇൻസ്പിറേഷൻ അത് കൊടുക്കുക. അപ്പൊ നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും മാറ്റിട്ടില്ല. നമ്മൾ സുനോയയിൽ കണ്ടത് നമുക്ക് ഷെയർ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതും അങ്ങനെ തന്നെ ചെയ്യാവുന്നു. Beneath the sky. On leaves that linger, you so fine. Scent of a fresh and sweet world refreshed. നമുക്ക് എഡിറ്റ് ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതില് നമ്മളൊരു വീഡിയോ കൊടുത്തിട്ട് അത് ഇതാക്കാൻ പറ്റുമോ? നമ്മളൊരു വീഡിയോ കൊടുത്തിട്ട് എന്ത് ചെയ്യാന്ന? അടിപൊളിയാക്കി തരുമെന്നായിരുന്നു. മ്യൂസിക് എന്തൊക്കെ ഇട്ടിട്ട് വീഡിയോ കൊടുത്തിട്ട് അത് നല്ല മോഡിഫിക്കേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും തരും. മോഡിഫിക്കേഷൻ ഞാൻ നോക്കിയിട്ടില്ല ശരിക്കും. കൂടുതലും ഫ്രീ വേർഷനില് ജസ്റ്റ് ഓപ്പറേഷൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. കാരണം ഇത് നമ്മൾ ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടോ? എന്താണ്
വീഡിയോ ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താൻ പറ്റുമെന്ന് എനിക്ക് ചോദിക്കാം. അതാണ് ഉദ്ദേശിച്ചത് അല്ലെ, അപ്സ്കെയിലിംഗ്. നമ്മൾ ഫോട്ടോയുടെ ക്ലാരിറ്റി പോലെ ചെയ്യാൻ പറ്റുമെന്നാണ് അല്ലെ, അത് നോക്കിയിട്ടില്ല. അതിന് വേറെ ടൂളുകളുണ്ട്. നമ്മൾ ഫോട്ടോ അപ്സ്കെയിൽ ചെയ്യാം, അതിന്റെ ഷെയ്ഡ് മാറ്റാം, കുറച്ചുകൂടെ കളർഫുൾ ആക്കാനുള്ള ടൂൾസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിലും ഉണ്ടാവും. ഞാൻ ഈ ഇൻവീഡിയോയിൽ അങ്ങനെ നോക്കിയിട്ടില്ല. വീഡിയോയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കാം. ഇത് യൂട്യൂബിൽ ഇട്ടാ കോപ്പിറൈറ്റ് വരുമോ ഒന്നും അറിയില്ലല്ലേ? ഇല്ല, കോപ്പിറൈറ്റ് വരില്ല എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഞാനത് ആദ്യമേ എന്റെ ഫേസ് ഇല്ലാണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ വിചാരിച്ചു. ChatGPT ഉൾപ്പെടെയുള്ള AI കുറിച്ച് തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടിരുന്നു. അപ്പോൾ അതിന്റെ നമുക്ക് വേറൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആർട്ട് ഓഫ് AI എന്നാ പറയുന്നത്. പിന്നെ AI ആർട്ടിന്റെ കമ്മ്യൂണിറ്റിയാണ്, കോഴ്സ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ അതില് അതിന്റെ ക്രിയേറ്ററോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളെന്താണ് കോട്ടസി പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. അതായത് ഇൻവീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന്. കാരണം ഇതിനകത്ത് വാട്ടർമാർക്ക് ഉണ്ട്, ഇൻവീഡിയോയുടെ വാട്ടർമാർക്കും ഐസ്റ്റോക്കിന്റെ ഒക്കെ വാട്ടർമാർക്ക് വരും. അതായത് ഫ്രീ വേർഷനിൽ. പെയ്ഡ് വേർഷനിൽ അത് ഉണ്ടാവില്ല. പെയ്ഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുഴപ്പമില്ല. മറ്റേത് കോട്ടസി വീഡിയോ ക്രിയേറ്റ് ചെയ്തത് ഇന്ന ഇത് ഉപയോഗിച്ചാണെന്നുള്ളത് കാണിക്കേണ്ടി വരും. അത് അതേ കുഴപ്പമുള്ളൂ എന്നാ പറഞ്ഞു. എങ്കിലും പിന്നീട് അത് മുടങ്ങിപ്പോയി, അറിയില്ല. ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് അനുസരിച്ച് വരും. അപ്പൊ ഇന്ന് ഈ പറഞ്ഞ ഇതിലേക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് പാട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, ഒന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ഇത്. ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒന്നിന്റെ പേര് സുനോ AI എന്നാണ്, അത് മലയാളത്തിൽ നമുക്ക് കൊടുക്കാം. രണ്ടാമത്തത് ഇൻവീഡിയോ AI എന്ന് പറയുന്ന ചൂടാണ്. ഇതിന്റെ അപ്ഗ്രേഡ് പ്ലാൻ എത്ര രൂപ വരുന്നത്? നോക്കിയിട്ടില്ല. അപ്ഗ്രേഡ് പ്ലാൻ അപ്ഗ്രേഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി സാറേ, എത്ര വന്നു? $20 തന്നെ വരാം, അതായത് പ്ലസിന്. എനിക്ക് തോന്നുന്നു AI ടീമെല്ലാം കൂടി സംഘടന ഉണ്ടാക്കിയത് എല്ലാവരും $20 ആണല്ലോ. $20 ആയിരിക്കാം. അല്ലെ, നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഒരു $20 ആണല്ലോ. $20 മിനിമം വരുന്നുണ്ട്. $20 $1600. അല്ലെ പ്രഭാകരൻ സാർ, ഇവരെല്ലാവരും സംഘടന ഉണ്ടാക്കിയിട്ട് കോമൺ പ്രൈസിംഗിലേക്ക് എത്തിയിട്ടുണ്ടോ തോന്നുന്നു. മിനിമം 20. മിനിമം 20 ഇടണം പറഞ്ഞിട്ട് അതിന് താഴെ പോയാൽ ചിലപ്പോ പണി കിട്ടും. അല്ല, എല്ലാം അങ്ങനെ തന്നെ $20 എന്നല്ലേ. ഇപ്പൊ സാർ ഇതുവരെ കാണിച്ച എല്ലാത്തിലും $20 ഞാൻ കണ്ടേ. അതെ അതെ, ChatGPT 4.0 അത് തന്നെ $20. ചിലപ്പോ എല്ലാവരും ഒരേ കമ്പനി തന്നെ ആയിരിക്കും, വേറെ വേറെ പേരിട്ടായിരിക്കും. ഇല്ല, ChatGPT OpenAI എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇൻവീഡിയോ വേറെ ടീമിന്റെ. ഇനി ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോ ക്രിയേഷൻ സോറ വരുന്നു. സോറ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സിനിമാ ലോകത്തിന് തന്നെ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രൊഫസറെ, അതന്നെ കുറെ ആൾക്ക് പണിക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ശരിക്കും പണി. ഇതേപോലെ ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്ത് തരുമെന്നുണ്ടെങ്കിൽ പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ആവശ്യമില്ല, ക്യാമറാമാന്റെ ആവശ്യമില്ല, അസിസ്റ്റന്റുകളുടെ ആവശ്യമില്ല. ഈ നാച്ചുറൽ ടച്ച് പോകും, അതാണ് മനുഷ്യത്വം ഇല്ലാണ്ടാവും. നമുക്കിപ്പോ നാച്ചുറൽ ടച്ച് കിട്ടില്ല. എന്തായാലും ഇതിലേക്ക് എത്തുന്നുണ്ട്, അവര് ശ്രമിക്കുന്നുണ്ട്. ഒരു നാച്ചുറൽ ടച്ചിലേക്ക് എത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നു. ഇത്
വളരെ വളരെ മടിയന്മാരാക്കി തീർക്കും. ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു സംഭവം ഉണ്ടാവാതെ ആ അതുകൊണ്ടാണല്ലോ പ്രഭാകരൻ സാറ് ക്രിയേറ്റിവിറ്റി കുറയുന്നുള്ളതാണ്. ഉള്ളോണ്ടേ പണിയെടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ സത്യന്തമായ കാര്യമാണ് അറിയാം. ചാറ്റ് GPT കൊണ്ട് ഒരു ഇംഗ്ലീഷ് ഇപ്പൊ ഒന്നും എഴുതാൻ അറിയുന്നില്ല. അതന്നെ ഒന്നും അറിയുന്നില്ല, ഒന്നും അറിയില്ല. എല്ലാം ഇത് തന്നെ. ഒന്നാമത് കമ്പ്യൂട്ടർ വന്നതോടുകൂടി തന്നെ കൈകൊണ്ട് ഇപ്പൊ കുറച്ചു നേരം കൈകൊണ്ടെന്ന് എഴുതി വെക്കു, വേദനിച്ചിട്ട് കൈ. അയ്യോ നടക്കുന്നില്ല. ഇപ്പൊ ഞാനൊക്കെ അക്കൗണ്ട്സ് ആണ് പഠിപ്പിക്കുന്നെങ്കിൽ കൂടി ഒന്നും രണ്ടും ചോദിച്ച് 1 മിനിറ്റ് അവിടെ നിൽക്കുകയാണ് നമ്മൾ സ്റ്റക്കായിട്ട്. കാരണം ഇത് അടിച്ച് പണ്ട് കൂട്ടാൻ പെട്ടെന്ന് എങ്ങനെയൊക്കെ കൂട്ടാൻ, ഇപ്പൊ ഒരു രസമില്ല ചില സാധനങ്ങള്. ചിലതെല്ലാം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ ചെറിയ ചെറിയ കണക്കുകൾ പോലും 1000, 2000, 3000 നോക്കുമ്പോ പോലും നമുക്ക് കൂട്ടാൻ കഴിയുന്നില്ല. എക്സലോ അല്ലെങ്കിൽ കാൽക്കുലേറ്ററോ വേണം ഇപ്പോ. അതൊന്നും നടക്കും. ഇക്വേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാമല്ലോ. എക്സലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണേലും അവിടെ കൊടുക്കാം. ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനോ ഡയഗ്രം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണേലും അതിനകത്ത് ചെയ്യാലോ. അത് ഫ്രീ വേർഷനിൽ നടക്കുമോ എക്സല്? നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു നടക്കും. അതെ, എക്സൽ ഫോർമുല. വിനോദ് സാറേ, നമ്മൾ ഈ എക്സലിന്റെ കുറെ പ്രോഗ്രാമുകൾ ഈ നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനെ നടത്താറുണ്ട്. എക്സൽ ഡു നോട്ട് യൂസ് മൈക്രോസോഫ്റ്റ് എക്സൽ വിത്തൗട്ട് AI എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം കാണാറുണ്ട്. അത് ശരിക്ക് അല്ലേ? ഞാൻ അധികം തോന്നുന്നു. അത് ശരിക്കും എങ്ങനെയാണ് ഇതില് പ്രോഗ്രാം ചെയ്തിട്ട് അതിലേക്ക് പോസ്റ്റ് ചെയ്യാം? എന്താണ് അതിന്റെ ഒരു പരിപാടി? ഞാനത് കുറെ കാലമായി നോക്കാം, പക്ഷെ ടൈം ഇല്ലാത്തോണ്ട് നോക്കാറില്ല. നോക്കിയിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല, കണ്ടിട്ടുണ്ട്, പരസ്യം കാണാറുണ്ട്. അല്ല, ഒരു ചെറിയ പയ്യൻ ഡു നോട്ട് യൂസ് മൈക്രോസോഫ്റ്റ് എക്സൽ വിത്തൗട്ട് AI എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാംസ് എനിക്ക് തോന്നുന്നു ചാറ്റ് GPT എടുത്തിട്ട് ഇനി മൈക്രോസോഫ്റ്റ് എക്സലിൽ തന്നെ ഇത് വരുന്നുണ്ട് തോന്നുന്നു അല്ലേ? നോക്കിയിട്ടുണ്ട്, കോപ്പൈലറ്റിലേക്ക് പോയിട്ട് നോക്കിയിട്ടില്ല. മൈക്രോസോഫ്റ്റ് എക്സൽ ആണോ? എക്സലും കോപ്പൈലറ്റും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് അത് നടക്കുന്നത്. PDF-ലൊക്കെ നമ്മൾ PDF ഓപ്പൺ ചെയ്യുമ്പോൾ അതില് കോപ്പൈലറ്റ് ഫീച്ചർ ഉണ്ടല്ലോ ഓൾറെഡി. ഏറെക്കുറെ രണ്ടും മൈക്രോസോഫ്റ്റ് തന്നെയാണല്ലോ അല്ലെ? അതെ, കോപ്പൈലറ്റ് സപ്പോർട്ടഡ് ആണ് ഇപ്പൊ മിക്ക ഇതിലും. ഞാൻ ചോദിക്കണല്ല, മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് വേർഷൻ ഓൺലൈനിൽ എടുക്കുമ്പോ അതിനകത്ത് ഈ സംഭവം കോപ്പൈലറ്റ് തന്നെ വരുന്നുണ്ടോ? അപ്പൊ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പെയ്ഡ് വേർഷൻ ഉണ്ടാവുമായിരിക്കും അല്ലെ? ഉണ്ടാവും. കോപ്പൈലറ്റ് ആണ് എക്സലിന്റെ AI എന്ന് പറയുന്നത്. കോപ്പൈലറ്റ് ആണ്. കോപ്പൈലറ്റ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഞാൻ അതിന്റെ കോഴ്സ് ചെയ്തിട്ടില്ല. എന്റെ ഒരു ഫ്രണ്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്നു കോപ്പൈലറ്റ് ആണ് എന്നുള്ളത്. അത് ഭയങ്കര ഈസിയാന്ന് പറഞ്ഞു. എക്സലിന്റെ എല്ലാ ഫോർമുലാസും കാര്യങ്ങളും. പക്ഷെ എനിക്ക് ഇതിൽ കാണുന്നില്ല. ഇതാണോ സാർ? ഇത് 365 ഇത് മൈക്രോസോഫ്റ്റ് 365 365 ഉണ്ട്, പക്ഷെ ഇന്റഗ്രേഷൻ ഒന്നും കാണുന്നില്ല. ചിലപ്പോ 365 ആണോ? പെയ്ഡ് ആണോ? അല്ലല്ല, ഇതല്ലാതെ അവര് ഇൻസ്റ്റാൾ ചെയ്തു. 365-ലാണെന്ന് തോന്നുന്നു സാറേ. അത് ചിലപ്പോ അങ്ങനെയാവും. ഇപ്പൊ നമ്മളുടെ പവർ പോയിന്റിൽ തന്നെ 365-ല് വേറൊരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ച് ആ സ്ലൈഡിന്റെ ലേഔട്ട് മാറുന്നത്. ലേഔട്ട് സജഷൻ ആയിട്ട് വരും. അങ്ങനെയുണ്ട്. അതൊരു നല്ല അടിപൊളി ടൂൾ. അപ്പൊ നമുക്ക് അതനുസരിച്ച് PPT നമ്മൾ PPT-ൽ എന്ത് കൊടുക്കുന്നു അതനുസരിച്ച് ഡിസൈനർ വ്യൂ. അതന്നെ ഡിസൈനർ. എവിടെ ഡിസൈനർ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ. ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ടാബിൽ വന്ന് നടക്കും.
നമ്മൾ എന്ത് ഉം. കൊടുത്താലും അതനുസരിച്ച് ലേ ഔട്ട് മാറ്റി തരും. നമുക്ക് സജഷനും തരും. മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ലേ ഔട്ട് അത് സജസ്റ്റ് ചെയ്ത് തരും. അപ്പൊ നമ്മൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ ലേ ഔട്ട് ആയിട്ട് മാറും. അപ്പൊ ഭയങ്കര രസമാണ് PPT. നമ്മുടെ പേഡ് കണ്ടന്റ് വെർഷനിലേ ഒക്കെ ഉണ്ടാവുള്ളൂ. മാറും. പേഡ് വെർഷനിലേ ഉണ്ടാവുള്ളൂ. അത് അതെ 365 മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ 365 ആണ് യൂസ് ശ്രദ്ധിച്ചിട്ടില്ല. അതിന്റെ PPT-യിൽ സാറ് നോക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ, ഡിസൈനർ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാത്തിനും ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് സാർ. നമ്മളിപ്പോ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ അതില് AI-യുടെ ഒരു കാണുന്നുണ്ട്. സാറിന് കിട്ടുന്നോന്ന് അറിയില്ല. അതെ ഇപ്പൊ എല്ലാത്തിനും ഒരു വളയം വന്നിട്ടുണ്ടല്ലോ. അത് കിട്ടി. സാറിന് കിട്ടിയോ? കിട്ടി. എനിക്ക് കിട്ടിയില്ല, പക്ഷെ വൈഫിന് കിട്ടി. എന്റെ സങ്കടത്തിലാ ഞാൻ. വളയം കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും ഇല്ല, ഒരു വാട്സപ്പിന് കിട്ടി, ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. വാട്സാപ്പിന് കിട്ടിയിട്ടുണ്ട്. നമ്മള് ജിമെയിൽ ഓപ്പൺ ചെയ്യുമ്പോഴേ കാണിക്കാറുണ്ട്. കമ്പോസിന്റെ കൂടെ കണ്ടോ? ഓക്കെ. Introduce yourself. ഉണ്ടോ? ഒരു പണി ഏതാ ജെനുവിൻ, എന്താണ് ഇതൊന്നും മനസ്സിലാവാത്ത പോയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്ല, അവിടെ വേറെ എന്തെങ്കിലും കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. ഫോളോ അപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കൊടുത്തു നോക്കി. വിനോദ് കുമാർ ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. ചിലതിന് റിപ്ലൈക്കും വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പൊ ഈ വന്നിരിക്കുന്ന മെയില് താഴെ റിപ്ലൈ ഓപ്ഷനിലും വരുന്നുണ്ട്. ഇവിടെ പോയി ഒരുപാട് ന്യൂസ് ലെറ്റർ വരുന്നുണ്ട്. ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ നടക്കാനായത്? ഓരോ സെക്കൻഡിലും വരിക. കണ്ട ഇതുണ്ടോ? ഇഫ് മോസസ് ഹാഡ് എ സ്മാർട്ട് ഫോൺ. പേടകത്തിന്റെ കഥയല്ലേ? അന്ന് സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ എന്നാണ് ചിന്തിക്കുന്നത്. പേടകത്തിൽ നിന്ന് എല്ലാരെയും കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയില്ലേ? റൈറ്റ് യുവർ റിപ്ലൈ ടു ജനറേറ്റ് വിത്ത് AI. യെസ് കൊടുക്കി സാർ, നോക്കാലോ എന്താ സംഭവിക്കുന്നു. Thank you for sharing your experience. Trying various approaches. ഇതൊന്ന് അയച്ചു കൊടുക്കി. അവർക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു ഇതിന് റിപ്ലൈ ഇട്ട് അയച്ചു കൊടുക്കി. അല്ലേ സാറെ? പോട്ടെ അങ്ങോട്ടല്ലേ? പോട്ടെ അറിയാം. ഇൻസേർട്ട് ചെയ്യണം തോന്നുന്നല്ലേ? ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്താൽ കറക്റ്റ് ആണല്ലോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. ഇതിനകത്ത് വാക്കുകൾ വേണമെങ്കിൽ മാറ്റം വരുത്താം. എന്റെ കൂടെ പോകും തോന്നുന്നു. ഒരു രക്ഷപ്പെട്ട കാലായിരിക്കട്ടെ ഇനി വരാൻ വേണ്ടി പോകുന്ന. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് കുട്ടികളുടെ ചിന്താശേഷി മുഴുവൻ പോകും എന്നുള്ളതൊരു ഭീകര സത്യമാണ്. അതന്നെ അസൈൻമെന്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അയക്കാൻ തുടങ്ങും. ഒരു ക്രിയേറ്റീവ് ഉണ്ടാക്കുമ്പോ അധ്യാപകർ ചെയ്യുന്ന എന്തുവാ? അധ്യാപകർ അത് ഡിക്റ്റേറ്റ് ചെയ്യും. ChatGPT ചെയ്താണോ എന്ന്. അപ്പൊ ഇവര് ഡിക്റ്റേറ്റ് ചെയ്യാതിരിക്കാൻ അപ്പോഴോ അതാണ് അവസ്ഥ. ഇത് സംഭവത്തിൽ ഇത് തന്നെ മതി, പഠിക്കാനും ചെയ്യാനൊക്കെ ഇത് ധാരാളം മതി. പക്ഷേ ഒരു ദിവസം അങ്ങ് നെറ്റ് ഇല്ലെങ്കിൽ ഇവർക്ക് ഭ്രാന്താവും. അത് നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ? ഒരു ദിവസം വാട്സപ്പ് വഴി മുടക്കിയാൽ ഭ്രാന്താവില്ല. നമ്മളെ ഒരു സുഹൃത്ത്
പരിതാപകരാവസ്ഥയാണ് സാറേ. കാരണം കോഡൊക്കെ ചെയ്യുന്നത് പിള്ളേര് നമ്മൾ എത്ര പഠിപ്പിച്ചാലും ഇവര് നമ്മളെ ഫോളോ ചെയ്യില്ലല്ലോ. അവര് ChatGPT ജെമിനിയിലൊക്കെ ഇട്ടിട്ടാണ് കോഡ് ചെയ്യുന്നത്. അവസാനം ലാബ് എക്സാം വന്ന് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ഒരെണ്ണത്തിനും ചെയ്യാൻ അറിയില്ല. അതാണ് അതറിയില്ലല്ലോ. അതന്നെ പ്രശ്നം വരിക. അതിനെ വരിക വലിയ അതിനെ പാടാണ്. സംബന്ധിച്ച് നമ്മളെ ഒരു സുഹൃത്തുണ്ട്, ഒരു ആർജെ. പുള്ളി കഴിഞ്ഞ ഒരു വാട്സപ്പ് ലോക്കായ സമയത്തെ, വാട്സപ്പ് ഇടക്ക് കിട്ടാണ്ടായിരുന്നല്ലോ കുറച്ച് അതെ, സമയം, അതെ. ഒരു 10-15 മിനിറ്റ്. അന്ന് പുള്ളി നല്ലൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് എന്റെ സുഹൃത്തിനെ കണ്ടു. അപ്പൊ Yes, ആ yes. ഭയങ്കര കഥ. ഒരു 5 മിനിറ്റിന്റെ കഥ പുള്ളി ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിച്ചു. സുഹൃത്ത് ഇന്ന ഡ്രസ്സാണ് ഇട്ടിരുന്നത്, എല്ലാ ദിവസവും അവൻ ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞിരുന്നു, ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ലാസ്റ്റ് വാട്സപ്പിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടെ. അത് മുടങ്ങിയതുകൊണ്ട്, അല്ലെങ്കിൽ അന്നും കാണത്തില്ലല്ലോ. അതെ, എല്ലാ ദിവസവും ഇവൻ ഇവിടെ വരാറുണ്ട് എന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. എടുക്കാറില്ല. അവന്റെ അടുത്തിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഇനി ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, കാരണം ഫ്ലാറ്റുകളിൽ തന്നെ നമ്മൾ തമ്മിൽ അടുത്ത വീട്ടിലെ ആളെ അറിയില്ല. ഇനിയിപ്പോ ഇതും കൂടെ ഒക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ മുകളിൽ തന്നെ ആയിരിക്കും ആൾക്കാർ. ഇതൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഭീകരമായ അവസ്ഥ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ കാലഘട്ടത്തില് ഇത് December-ആയി. അതെ, ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇത് പഠിക്കുകയും ഒന്നും ചിന്തിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര യുഗം ബാക്കോട്ടേക്ക് പോകും. അതെ, ചെറിയ പിള്ളേരെ പഠിക്കാൻ കഴിയില്ല. ഇത് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ മറ്റേ ത്രേതായുഗത്തിൽ തന്നെ കിടക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എല്ലാ മേഖലയിലും ഇത് കൈയടക്കാണ്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ വേറെ ആൾക്കാർ പഠിച്ചു തുടങ്ങിയിരിക്കും. ഇപ്പൊ ഈ ഫ്ലാറ്ററിന്റെ ഒക്കെ അവസ്ഥ എന്താകും സാർ? ഇവിടെ സമയത്തിനാണ് വില. അപ്പൊ അതാണ് സമയം എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഏറ്റവും എളുപ്പം എന്ത് ചെയ്യുന്നു അതിലാണ്. ക്രിയേറ്റിവിറ്റിക്കൊന്നും ഇനിയുള്ള കാലത്ത് ഒരു റെലവൻസും ഇല്ല. അതെ, അതെ. ഏറ്റവും കുറച്ച് ടൈമില് എന്ത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിലാണ്. കാര്യം നടക്കണം, അത്ര തന്നെ. അതാണ് ഇന്നത്തെ അതെ, കാലം. അത് എത്രയും പെട്ടെന്ന് നടക്കണം. കാരണം ഇപ്പൊ ആർക്കും ക്ഷമിക്കാനായിട്ട് ഇതില്ല. ഇൻസ്റ്റന്റ് റിസൾട്ട്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് വേണ്ടത്. അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഡിലേഡ് ആയിട്ട് ആർക്കും ഒന്നും വേണ്ട. അതാണ് സംഭവം. കറക്റ്റ്. എന്തായാലും വിനോദ് സാർ അടിപൊളി, നല്ല സത്യം. എന്തായാലും വിനോദ് സാർ അടിപൊളിയായിട്ട് ടൂളുകളാണ്. ഞാൻ ഇതിന് സമയം കിട്ടാമല്ലോ, പക്ഷെ നിങ്ങൾ ഓരോ സാധനങ്ങൾ പറയുമ്പോ ഞാൻ അങ്ങനെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഞാൻ ഫ്രീ ടൈമിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടേ. നല്ല രസമുണ്ട്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ നമ്മള് സാറ് പറഞ്ഞ പോസ്റ്ററിന്റെ ഞാൻ എടുത്തിട്ടുണ്ട്, നോക്കിയിട്ടില്ല. 1-2 സൈറ്റിൽ എടുത്തിട്ടുണ്ട് ഞാൻ. പതുക്കെ നോക്കിയാൽ ഇതെല്ലാ ദിവസം എനിക്ക് ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്, ഞാൻ എഴുതി വെച്ച് നോക്കുന്നുണ്ട്. ക്യാൻവ കൂടാണ്ടുള്ള സൈറ്റുകളെ 1-2 എടുത്തിട്ടുണ്ട്. വളരെ ഗംഭീരമാണ്. അത് നോക്കിയപ്പോൾ ക്യാൻവ ഒന്നുമില്ലാന്ന് തോന്നുന്നു. മനസ്സിലായി. ക്യാൻവയിലെ മാജിക് ടൂൾ ഉണ്ട്, അത് നല്ല സാധനമാണ്. അല്ല, ക്യാൻവ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പൊ. അതെ. എന്റെ ട്യൂട്ടോറിയൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മെല്ലെ മാറ്റണം. ഇപ്പൊ ഈ ഒരു 21 days ഇത് കഴിഞ്ഞ പിന്നെ നമുക്കത് ഒരു റെക്കോർഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റണം. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പറയാം. നമുക്ക് ചെയ്യാം. സാറോട് ഡിസ്കസ് ചെയ്തിട്ടേ. എന്നിട്ട് ആപ്പിലേക്ക് ലിസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായം മാത്രമാണ്. ഹലോ, നമ്മുടെ സിൻഡോ ആണെന്ന് തോന്നുന്നു എന്തോ പറയുന്നു. അതെ, പവർ ബി ഐ കുറിച്ച് അറിയോ? ഇല്ല, പവർ ബി ഐ കേട്ടിട്ടുണ്ട്. അതിന്റെ ഏതോ ഒരു വെബിനാർ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് അതങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് ക്ലിയർ ആയില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് അത് മോഡിഫൈ ചെയ്ത് അത് ഗ്രാഫിക്സ് ലെവലിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. അങ്ങനെ അഡ്വാൻസ് ലെവലാണ്. അപ്പൊ അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രഹിച്ചില്ല. ഞാനത് ഏതോ ഒരു പവർ ബി എന്നുള്ള അനലിറ്റിക്കൽ ടൂളാണ്. എക്സൽ പോലെയുള്ള എക്സലിന്റെ ഒരു അടുത്ത വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മൾ എന്ത് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാലും അത് അനലൈസ് ചെയ്തിട്ട് തരുന്ന പ്രോഗ്രാമിംഗ് ഒന്നല്ല. എക്സൽ പോലെ എക്സലിലെ ചില ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഇല്ലേ, അപ്പൊ നമ്മളൊരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാല് ആ ഡാറ്റ നല്ല രീതിയിൽ ഒരു റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇവർ തരും. ഓക്കെ സാർ ചെയ്തിട്ടുണ്ടോ യൂണസ് സാറേ? ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ Okay. കൺസൾട്ടിങ് പർപ്പസിന് ചെയ്തിട്ടുണ്ട്. ആ കാരണം ഞാൻ ഇങ്ങോട്ട് പറയാറില്ലേ, കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി എല്ലാ സ്റ്റഡി ഫുൾ ഡാറ്റകളായിരിക്കും. ഈ ഡാറ്റകൾ നമ്മൾ ബഡ്ജറ്റിങ്ങും സിനാരിയോ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഈ മിക്കവാറും വലിയ കൺസൾട്ടിങ് കമ്പനികളൊക്കെ ഈ പവർ ബൈ ഉപയോഗിച്ചിട്ടാണ് അവരുടെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ നല്ലൊരു ടൂളാണ്, പഠിക്കാൻ പറ്റിയ ചെറിയ പൈസക്കൊക്കെ നോർത്ത് ഇന്ത്യൻസ് പഠിപ്പിക്കുന്നുണ്ട്, പഠിക്കാൻ പറ്റിയ നല്ലതാ. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ അത് നോക്കി, ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു. ഇതിന്റെ റിപ്പോർട്ട് കാണുമ്പോൾ നല്ല അടിപൊളി റിപ്പോർട്ട്, ഇങ്ങനെ മാനേജ്മെന്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി കാര്യങ്ങളാണ്. വിനോദ് ഒരു സാർ വെബിനാർ ചെയ്തിരുന്നു നോർത്ത് ഇന്ത്യയിലെ, പക്ഷേ എന്തോ എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ക്ലിയർ ആയില്ല, ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ല, അവരുടെ പെയ്ഡ് കോഴ്സിലേക്ക് പോയി നോക്കണം, അപ്പൊ കിട്ടും കറക്റ്റ് ആയിട്ട്. അവരൊരു 99 രൂപക്കൊക്കെ ആദ്യം വെക്കുക, പിന്നീട് അവർ പെയ്ഡ് കോഴ്സ് ഒരു 6000 റേഞ്ചിലൊക്കെ ഉണ്ടാവും. പഠിക്കാൻ പറ്റിയ സാധനം സിൻഡോ. പഠിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ച് കൺസൾട്ടിങ് മേഖലയിലേക്ക് തിരിയുന്ന ആളുകൾക്ക് ഇത്തരം ടൂളുകൾ നല്ല എനിക്ക് അത് നോക്കിയപ്പോ നല്ല അടിപൊളിയാണ്. നമ്മള് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ അറിയുന്നത്. എന്ത് രസകരമായ റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയാം, ഭയങ്കര രസമാണ്. നമ്മളുണ്ടാക്കി വരുമ്പോ ഒരു ചാത്തനായിരിക്കും നമ്മളിപ്പോഴും ഇങ്ങനെയാ, എന്താ പറയാ, അവിടേക്ക് എത്തിയിട്ട് പോലില്ല, ബേസിൽ മാത്രം നിൽക്കണ്, കറങ്ങി തിരിഞ്ഞ് അഡ്വാൻസ് ലെവല് നമ്മൾ ചിന്തിക്കാനൊക്കെ അപ്പുറമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ പെർഫെക്റ്റ്, പക്ഷെ നമ്മൾക്ക് ആകെ ഒരു കോളം റോയും അറിയുള്ളൂ. അതെ. നമുക്ക് ടെക്നോളജിയുടെ കേസ് പറഞ്ഞപ്പോഴേ, ഞാൻ കഴിഞ്ഞ ദിവസം കാർഷിക സർവകലാശാല ഒരു 3 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോ അവിടെ ഈ ഡിജിറ്റൽ പ്രിന്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു മിഷനറിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ച് ഫുഡ് പ്രിന്റ് ചെയ്ത് തരും. ഫുഡ് പ്രിന്റ് ചെയ്ത് തരും. നമ്മളിപ്പോ ഒരു കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിളിന്റെ മോഡലാണ് കൊടുക്കുന്നതെങ്കിൽ ആ മോഡലിൽ പ്രിന്റ് ചെയ്ത് തരും. അത് ഒറിജിനൽ 3D ആണോ? ഏതാണ് അതിന്റെ 3D പ്രിന്റ് ചെയ്ത് തരാന്നാണോ? 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിക്കാം. ഇൻഗ്രീഡിയൻസ് മെഷീനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു റോള് കണക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒറ്റ കുക്കിന് പണി ഉണ്ടാവില്ല, ബിരിയാണി ഒക്കെ ഉണ്ടാക്കിപ്പിച്ചാലേ. അപ്പോ 3D പ്രിന്റ്, അതായത് നമ്മളിപ്പോ ഈ കേക്കിലൊക്കെ പിന്നെ ബർത്ത്ഡേ വിഷസ് ഒക്കെ എഴുതില്ല, അതൊക്കെ നമുക്ക് ഇനി പിന്നെ അതിന്റെ ആവശ്യമില്ല, 3D പ്രിന്റ് എടുത്ത് വരും. എല്ലാ മെഷീന് ഉണ്ട് അവിടെ ഡെമോ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഇതുണ്ട്. അപ്പൊ ജപ്പാനിലൊക്കെ ഓൾറെഡി യൂസ്ഡ് ആണെന്നാ പറയുന്നത്. നമ്മള് എല്ലാവർക്കും 3D ഒക്കെ ഔട്ട്ഡേറ്റഡ്, അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ 5D എങ്ങാണ്ടാണ്. നമ്മള് ടോയ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ ടോയ് ഒക്കെ വരുന്ന പ്രിന്റിംഗ് മെഷീൻ ഉണ്ട്. പ്രഭാകരൻ സാർ, ഞാൻ ദുബായില് മെഷീനിൽ ഇത് ബിൽഡിംഗിലെ കൺസ്ട്രക്ഷനിൽ സാധനം കണ്ടിട്ടുണ്ട്. അത് കുറച്ച് മുമ്പ്, ഒരു വർഷം മുമ്പ് ഞാൻ സാധനം കണ്ടിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 3D പ്രിന്റിംഗ് ഒന്നും അറിയില്ല. അത് വലിയൊരു ക്രെയിനിൽ നിന്ന് ഇങ്ങനെ ഇട്ട് നമ്മൾ വിചാരിക്കും വേറെ സാധനമായിരിക്കും കുഴച്ചിടുന്നത്. പക്ഷെ അത് ശരിക്കും 3D പ്രിന്റിംഗ് ചെയ്യുന്നുണ്ട് അവര്. ഒരു ദിവസം കൊണ്ട് ജപ്പാനിലൊക്കെ ഒരു 20 വർഷം മുമ്പേ തുടങ്ങിയെന്നാ പറയുന്നത്. നമ്മള് ഇപ്പോഴതൊക്കെ അറിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സെഷൻ എന്തായാലും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു നോട്ടം നമുക്ക് നല്ലതായി അറിയാം വിനോദ് സാറിന്റെ സെഷനെ. അല്ല, നമുക്കിപ്പോ ഇത്രയും മാറിയിട്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ അറിയണം, ഒരു ഐഡിയ ഇല്ലല്ലോ. നമ്മളിപ്പോഴും പഴയത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ. നമ്മൾ എത്രത്തോളം ഓൾഡ് ആണെന്ന്, നമ്മൾ എവിടേക്ക് എത്തണം എന്നുള്ളത് വരെ. ഇതിപ്പോ ഏത് മേഖല പഠിക്കുകയാണെങ്കിൽ ഈ സാധനം ഇല്ലെങ്കിലേ ഇപ്പൊ ഇനി വരുന്ന കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ AI അധിഷ്ഠിതമാണ്. അപ്പൊ ഇനി വരുന്ന കുട്ടികൾ AI പഠിച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ചിപ്പ് മിക്കവാറും എല്ലാ പ്രൊഡക്റ്റുകളും ഗൂഗിളിന്റെ മൈക്രോസോഫ്റ്റിനാണ്. ഇവര് മൊത്തം AI ആക്കിയല്ലോ.
ആക്കിയല്ല. ഇനിയിപ്പോ വരുന്ന മൊബൈൽ ഫോൺ ഇപ്പൊ AI അധിഷ്ഠിതമാകും. അത് സാംസങ് കൊണ്ടുവന്ന് കഴിഞ്ഞു. സാംസങ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഉം. അല്ല, മോട്ടോജി ആണ് ഇപ്പൊ മോട്ടോജി ഇറക്കിന്ന് തോന്നുന്നു പുതിയ AI വെച്ചിട്ടുള്ള. ആ, കൊണ്ടുവന്ന് ഇനിയിപ്പോ ആപ്പിൾ ഉടനെ കൊണ്ടുവരും. ഉം. ഇനി പണി തുടങ്ങി. ഇനി AI യിൽ പണി നോക്കി പോകേണ്ടി വരും. Yes, തീർച്ചയായിട്ടും. ഞാനിപ്പോ തന്നെ വാട്സാപ്പിലെ AI ഇല്ലേ, അതില് ഒരുവിധം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനടുത്ത് നല്ല സാധനം കേട്ടോ. എടുക്കാൻ എളുപ്പമല്ല വേഗം. മലയാളം കൊടുത്തിട്ട് ഞാനും വൈഫും ചിരിച്ച് മണ്ണ് കപ്പി. ഉലുവാലേക്കും കൊടുത്തപ്പോ ഒരു ചായയുടെ പിക്ചർ വന്നു. ഉലുവാലേക്കും കൊടുത്തപ്പോ വന്നത് ഒരു ചായയുടെ പിക്ചറാണ്. എന്നെ കുറിച്ചൊക്കെ അങ്ങനെയൊക്കെയുള്ള വളരെ പ്രശ്നങ്ങൾ. ഉണ്ട്. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ചെസ്റ്റിന് ട്രെയിനറാന്നൊക്കെയാണ് എഴുതുന്നത് എന്നെ കുറിച്ച്. അതെ, നമുക്കൊരു ആനന്ദം. മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഈ കറക്റ്റ് സത്യം പറഞ്ഞെന്ന്? അന്ന് എങ്ങനെ പറഞ്ഞു? ട്രോൾ ചെയ്താ മനസ്സിലായി. അല്ല, സത്യം പറയുന്ന പറഞ്ഞാൽ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, കറക്റ്റ് ആയിട്ട് പറയുന്നു. പക്ഷെ അത് മനസ്സിലായി. ഞാൻ തന്നെ ദിലീപ് കുമാർ എന്താണെന്ന് അറിയില്ല. Damn.